ഡെസ്ക് മേക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റഡി ഡെസ്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് അതിനെ ക്യൂട്ടാക്കുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ അതിനുവേണ്ടി സ്റ്റഡി ഡെസ്ക് വേണം. സ്റ്റഡി ഡെസ്ക് ഞാൻ വാങ്ങിയായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തു. ഞാനത് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തേക്കാം. വാങ്ങിച്ചിട്ടുള്ളത് കഴക്കൂട്ടത്തുള്ള മൊബൈൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യണമല്ലോ, അതും ഞാൻ വാങ്ങിച്ചു. ബട്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ദിവസമല്ല ഞാൻ പർച്ചേസ് ചെയ്തത്, പല ദിവസമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വീഡിയോ എടുത്ത് കവർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. സ്റ്റഡി ഡെസ്ക് എന്ന് പറയുമ്പോൾ അത്ര വലിയ ഡെസ്കൊന്നും അല്ല, ചെറിയ ഡെസ്ക്കാണ്. ഇതിന് വേണ്ടി ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. ബട്ട് ഞാനെല്ലാം ഒരുപാട് വാങ്ങിയെന്നാണ് തോന്നുന്നത്. എല്ലാം അതിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പറ്റുന്നതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഐറ്റംസ് കാണിക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു തീം പറയാം. പിങ്ക് തീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബട്ട് ഡെസ്കിൻ്റെ കളർ പിങ്ക് ഓർ വൈറ്റ് അല്ല, ഒരു വൈറ്റ് പോളിഷിങ് വർക്കാണ്. ബട്ട് ഇത് ഈ കളേഴ്സുമായിട്ട് അത് സ്യൂട്ട് ആവുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. വാങ്ങിച്ചിട്ടുള്ളതെല്ലാം കാണിച്ചു തരാം. അടുത്തതും ആമസോണിൽ നിന്ന് തന്നെ ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഒരു ലാമ്പാണ്, സ്റ്റഡി ലാമ്പാണ്. ഇട്ടൊക്കെ ഉണ്ട്. റൈറ്റ് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഫുള്ളാണ്, കുറയ്ക്കാം. ഓക്കെ, ചാർജർ ക്യൂട്ടുള്ളത് എനിക്ക് കണ്ടപ്പോൾ വാങ്ങാതിരിക്കാൻ തോന്നിയില്ല. കണ്ടല്ലോ, ഇത് ഞാൻ മിനിസോന്ന് മേടിച്ചിട്ടുള്ളതാണ്. മിനിസോ സ്റ്റാൻഡാണ്. ക്യൂട്ടാണ് ഗൈസ്. അടുത്തതും ഒരു സ്റ്റോറേജ് ഓർഗനൈസർ. ഇത് മിനിസോ, എല്ലാം മിനിസോ. മിനിസോ എന്ന് മേടിച്ചിട്ടുള്ളതാണ്. വീക്ക് ഡേയ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളതെല്ലാം. പിന്നെ നോട്ട്സ്, ടു ഡു, എന്താണ് നമ്മൾ ചെയ്യേണ്ട അന്നത്തെ ദിവസമെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ ഡെയിലി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്കൊരു പ്ലാൻ വേണമല്ലോ. അപ്പം അതിനെല്ലാം ഇതൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇത് കണ്ടല്ലോ ഗൈസ്, ഇത് ഞാൻ മൂന്നാറിന് പോയപ്പോൾ മേടിച്ച. ഇത് നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്ത്, സ്കിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഹാങ് ചെയ്തെല്ലാം ഇടാം. പക്ഷേ ഞാൻ ഹാങ് ചെയ്യാനായിട്ടൊന്നും മേടിച്ചിട്ടില്ല. ഇത് ഞാനതിലിട്ട് വയ്ക്കും. പിന്നെ കുറച്ച് കളർ പ്രിൻറ്റ്സ് ഉണ്ട്, അതെല്ലാം നമുക്ക് വാളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണത്.
ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലൊരു ഷേപ്പ് ചെയ്ത് വേണം നമ്മളിവിടെ അറേഞ്ച് ചെയ്യാനായിട്ട്. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാം. എന്നിട്ട് ഞാൻ ഫസ്റ്റ് പ്രിൻ്റ് എടുത്തപ്പോൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. അത് ഫുള്ളായിട്ട് ഒരു A4 സൈസ് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഡ്രോയറൊക്കെ ഉണ്ട്, ഒരുപാട് ഇഷ്ടം. അപ്പോൾ വാങ്ങാതിരിക്കാൻ പറ്റിയില്ല, പിന്നെ ഞാൻ വാങ്ങിച്ചു. ലാസ്റ്റ് ഞാൻ വിട്ടുപോയി. എനിക്ക് ഒരു കീ ചെയിനാണ്, ഇതും ഞാൻ എവിടെയെങ്കിലും ഹാങ് ചെയ്യാനാണ് വാങ്ങിയത്. കണ്ടു, നമുക്ക് ഡെസ്ക് മേക്ക് ചെയ്യാൻ പോയാൽ. ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഡെസ്ക്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് പഠിക്കാനൊക്കെ നല്ലൊരു കംഫർട്ടായിട്ടുള്ളൊരു സ്റ്റഡി ടേബിളാണിത്. 2 ഡ്രോയേഴ്സാണ് ഈ സ്റ്റഡി ടേബിളിൽ വരുന്നത്. അവരിതിൽ ചെയ്തിട്ടുള്ളത് വൈറ്റ് പോളിഷിങ് വർക്കാണ്. ഇതൊരു ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡെസ്ക്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഡെസ്ക്കാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു കംഫർട്ടബിൾ ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് എടുത്തിട്ടുള്ള ചെയറാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ,
അങ്ങനെ എൻ്റെ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കും ഇൻസ്പിറേഷൻ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.